മച്ചന്മാരെ നമ്മൾ പുഴയിൽ കുത്തൊഴുക്കുള്ള സമയത്ത് തന്നെ കഴിച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബെയ്റ്റ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കരിമീൻ അതുപോലെ തന്നെ സിലോപ്പി കുറുവയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പുഴയിൽ വന്ന് കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് പുഴയിൽ വെള്ളം നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് വേണം പുഴയിലൊക്കെ ഇറങ്ങി ചൂണ്ടിടുകയാണെങ്കിൽ ഇടാനായിട്ട്. അധികം ഒഴുക്കൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ബുക്കൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ഇറക്കാനായിട്ട് പോവുകയാണ്. കരിമീനുകളുടെയൊക്കെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൊത്തുമെന്ന് നോക്കാം. കൊത്താൻ നല്ല ചാൻസ് ഉണ്ട്. വെള്ളം ശരിക്കും കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ എഡ്ജിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം. മാക്സിമം വെള്ളം കൂടിയിരിക്കുന്ന സമയത്ത് പുഴയിലേക്ക് പോകാതിരിക്കാനാണ് നല്ലത്. പക്ഷെ നമുക്ക് ഇവിടെ നല്ല സേഫാണ്. ഈ ഒരു ഭാഗത്ത് നല്ല സേഫാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെയ്റ്റൊക്കെ സെറ്റാക്കി ഹുക്കിൽ കോർത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലോട്ട് ഇതധികം വലിയൊരു മീഡിയം ആഴമുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്പം ഒന്ന് കുറച്ചും കൂടെ താത്തിട്ടാണ് ഫ്ലോട്ട്. ഇത്ര ആഴം മതിയാവും. നമ്മൾ ചെരുപ്പൊക്കെ ഊരി സ്ലിപ്പാവാതിരിക്കാനാണ് നമ്മൾ പതുക്കെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇടാനായിട്ട് പോവാണ്. മാക്സിമം നമ്മൾ നീട്ടിയിട്ടിട്ടുണ്ട്. ചൂണ്ട ഇനി മീൻ കൊത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ച് നിൽക്കണം. മീൻ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഹുക്കപ്പ് കൊടുത്തോളണം. ഇപ്പോൾ ഫ്ലോട്ട് താഴാനായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മൾ 8 അടിയുടെ പോൾ റോഡാണ് ഫിഷിങ്ങിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ലോങ്ങിൽ വെക്കുന്ന മീനെ ഈസിയായിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. വെള്ളം ശരിക്കും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറുവ പോലുള്ള മീനുകൾ സെൻറ്റർ ഭാഗത്തുനിന്ന് സൈഡിലേക്ക് വന്ന് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മഴക്കാലം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മീൻ കയറും. അതുപോലെ തന്നെ കൊത്തുണ്ട്. നമ്മുടെ ബെയ്റ്റിൽ ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ട്. അവനടിച്ച് താത്തട്ടെ, എന്നിട്ട് നമുക്ക് പൊക്കാം. ചിലപ്പോൾ ഒരു വമ്പം കുറുവയാകാനുള്ള ചാൻസ് ഉണ്ടത്. അപ്പോൾ നമ്മൾ ആ അടിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിക്കണം. എപ്പോൾ വേണമെങ്കിലും അവൻ അടിച്ച് താത്തിക്കൊണ്ട് പോവാം. മീൻ അടിച്ചിരിക്കുകയാണ് മച്ചന്മാരെ. ജസ്റ്റ് മിസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വീണ്ടും ബെയ്റ്റ് ഇറക്കാനായിട്ട് പോവാണ്. എന്തായാലും നമ്മളിവിടെ നിന്ന് കൊമ്പനെ പൊക്കുമെന്നുള്ളതിന് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ അധികം താമസിക്കാണ്ട് തന്നെ അവിടെ വീണ്ടും വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് തന്നെ വീണ്ടും വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഫ്ലോട്ട് നിരീക്ഷണം നമ്മൾ നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഫ്ലോട്ട് അടിച്ച് സാധിക്കേണ്ട അവൻ ഓടാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. പല ടൈപ്പ് മീനുകളും ഇപ്പോൾ പുഴയുടെ സൈഡുകളിലൂടെ വന്നിട്ടുണ്ടാവും. വലിയ മീനൊക്കെയാണ് നമ്മുടെ വെയിറ്റ് എടുക്കുന്നതെങ്കിലും നമ്മുടെ റോഡ് ഒടിച്ചു കളയാൻ ചാൻസ് ഉണ്ട്.